നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചേ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതായത് 1 and 3. ഓപ്ഷൻ ബി 1 and 3 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ ആഗമനം അല്ലെങ്കിൽ അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഒരു സബ് ടോപ്പിക്കായിട്ട് നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണകാലയളവിനെ കണക്കാക്കാം, അല്ലേ? അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആഗമനം നമുക്ക് കണക്കാക്കാം. അപ്പോൾ ബ്രിട്ടീഷുകാർ അങ്ങനെ കേരളത്തിൽ വന്നു, പതുക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. ഞാനൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ തന്നെ അവർ ആദ്യമേ 2 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭരണം ആരംഭിക്കുന്നത്. തലശ്ശേരി, അതുപോലെ തന്നെ അഞ്ചുതെങ്ങ്, ആറ്റിങ്ങൽ കലാപം ഒക്കെ ഞാൻ ക്ലാസ്സിൽ എടുത്തിരുന്നു. ഇവിടുത്തെ പ്രശ്നം ആ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? കാരണം ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എവറിത്തിങ് ഫീൽസ് ലൈക്ക് ഹിസ്റ്റോറിക്കലി ബ്രിട്ടീഷ്. അഞ്ചരക്കണ്ടി തോട്ടം, നിങ്ങൾ പഴശ്ശിരാജ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴശ്ശിരാജ ബോംബ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ അലൈസിനെ വധിക്കുമ്പം പഴശ്ശിരാജ പോയി ഒരു ഓവർനൈറ്റ് ബോംബ് ചെയ്ത് നശിപ്പിക്കുന്ന ആ ഒരു സ്പൈസ് ഗാർഡനാണ് അഞ്ചരക്കണ്ടി. പിന്നെ നിലമ്പൂർ തേക്ക് വളരെ ഫേമസ് ആണ്. നിലമ്പൂർ തേക്ക് തോട്ടം ആരംഭിക്കാൻ ബ്രിട്ടീഷുകാരാണ്. സോ 1, 3 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഓഡ് മാനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൻ്റെ അകത്ത് കണ്ണൂരുണ്ട്, തലശ്ശേരിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടുണ്ട്. ഈ 3 പ്രദേശങ്ങളും ഹിസ്റ്റോറിക്കലി പോർട്ട് സിറ്റീസാണ്. പോർട്ട് സിറ്റീസുമായിട്ട് അനുബന്ധമായിട്ടുള്ള പട്ടണങ്ങളുമാണ്. ഇപ്പോൾ കണ്ണൂരിൻ്റെ കേസ് എടുക്കുകയാണ്. കണ്ണൂരും തീരത്തുനിന്ന് അധികം ദൂരെയല്ല. പക്ഷെ മലപ്പുറം ഒന്ന് ആലോചിച്ച് നോക്കും. മലപ്പുറം എന്ന് പറയുന്നത് ശരിക്കുള്ള മലപ്പുറം പ്രദേശം എന്തല്ല, ഒരു പോർട്ട് ഏരിയ അല്ലല്ലോ. പൊന്നാനിയൊക്കെ പോർട്ട് ഏരിയ ആണ്. പക്ഷേ മലപ്പുറം ഈസ് ആൻ ഇൻലാൻഡ്, അല്ലേ? ഇൻലാൻഡ് ആയതുകൊണ്ട് തന്നെ മലപ്പുറമൊക്കെ പിന്നീട് ഈ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ വന്നിട്ട് ഒരു പ്രത്യേക നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്തൊരു നഗരസഭ വരുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട് നഗരസഭകൾ ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ മലപ്പുറം നഗരസഭ വളരെ പിന്നീടാണ് വരുന്നത്. അവരുടെ ഒരു തുടക്കത്തിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു നഗരസഭയല്ല. സോ അതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1 and 3 ആണ്.